ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ സ്മാർട്ട് ബോർഡർ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും പൂർണ്ണമായി തടയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്മാർട്ട് ക്യാമറകളും ഡ്രോണുകളും റഡാറുകളും അതിർത്തിയിൽ വിന്യസിക്കും. സംവരണ വിഷയത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീംകോടതി. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം എന്തിനെന്ന് കോടതി. മാതാപിതാക്കൾ IAS ഉദ്യോഗസ്ഥരെങ്കിൽ സംവരണത്തിന്റെ ആനുകൂല്യം എന്തെന്നും ചോദ്യം. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂരിന് 101 വോട്ട്, AC മൊയ്തീന് 35, BB ഗോപകുമാറിന് 3. നിഷ്പക്ഷ നിലപാടിൽ മുന്നോട്ട് പോകുമെന്ന് തിരുവഞ്ചൂർ. ജനഹിതമനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഭരണതന്ത്രജ്ഞനെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ ശബ്ദം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ്. ആശംസകളുമായി നേതാക്കൾ. എബോള വൈറസിൽ ജാഗ്രതയോടെ സംസ്ഥാനം. മുൻകരുതൽ നടപടികൾക്കായി അടിയന്തര യോഗം ചേർന്നു. ലക്ഷണമുള്ളവരെ നിരീക്ഷിക്കും. 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 5 ജില്ലകളിൽ മുന്നറിയിപ്പ്. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിലെ വിദേശ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി ബിലാലിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. യുവതികളെ അയച്ച് ദുബായിലെ എലൈസ ഇവന്റ് എന്ന സ്ഥാപനത്തിലേക്കെന്ന് റിപ്പോർട്ട്. ഇരകളിൽ നിന്ന് വിസയ്ക്കും ടിക്കറ്റിനുമായി 4,70,000 രൂപ സിന്ധു കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമായ നടപടിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നും മർദ്ദനത്തെക്കുറിച്ച് അന്വേഷിച്ച ആലപ്പുഴ SP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്നും വിലയിരുത്തൽ. മർദ്ദനമേറ്റ AD തോമസിന്റെയും അജയ് ജുവലിന്റെയും മൊഴി നാളെ രേഖപ്പെടുത്തും. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാതെ CPM. 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം പരിഗണിച്ചില്ല. വിഷയം പ്രാദേശികമെന്ന് MV ഗോവിന്ദൻ. അംഗത്വം മരവിപ്പിച്ചത് ലഹരിക്കേസിൽ പ്രതിയായപ്പോൾ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുമ്പോഴുള്ള വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. മുഴുവൻ ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിച്ചാൽ പ്രതിമാസ നഷ്ടം 112 കോടിയെന്ന് റിപ്പോർട്ട്. ഗതാഗത സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത് 3 മാസത്തേക്കുള്ള കണക്ക്. പ്രസവാവധിക്ക് ശേഷം തിരിച്ചുവരുന്ന ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള തീരുമാനത്തിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ഡൽഹി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഈ മാസം അവസാനം നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ ഫൊഗാട്ടിന് പങ്കെടുക്കാൻ അവസരം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി. വിദഗ്ധ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.